ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കുന്ന ആർക്ക് വേണ്ടിട്ടല്ലോ? എന്റെ അല്ലുക്കുട്ടനെ പോലത്തെ നല്ല കുഞ്ഞു 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 സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. നമുക്ക് ഇന്ന് എന്തല്ലോ നമ്മൾ ചെയ്യുന്നത്? ABCD ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മള് കുഞ്ഞു കുഞ്ഞു ഡിസൈന് ചെറിയ ചെറിയ ഡ്രോയിങ്സ് ചെയ്യാൻ പോവാണേ. നിങ്ങൾ എല്ലാവരുടെ കയ്യിലും പെൻസിലും പിന്നെ ഇതുപോലത്തെ സ്കെച്ചൊക്കെ ഉണ്ടാവൂലേ? നമുക്ക് ആ സ്കെച്ചൊക്കെ വെച്ചിട്ട് വേണം ഡ്രോയിങ്സ് ചെയ്യാൻ. എല്ലാരും ഇത് എടുത്തിട്ട് വേണം ഈ വീഡിയോന്റെ മുന്നിൽ ഇരിക്കാൻ കേട്ടാ. അപ്പൊ അല്ലു ചെയ്യുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ബൈ ബൈ അല്ല, നമ്മൾ തുടങ്ങാണ്. വെൽക്കം പറ. ഓക്കേ. അപ്പം നമ്മളെ ലെറ്റേഴ്സില് ഫസ്റ്റത്തെ ലെറ്റർ ഏതാ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് നമ്മളെ എ വെച്ചിട്ടുള്ള ഒരു ചിത്രാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. എല്ലാരും ഇതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ഒരു ബുക്കോ ഒരു പേപ്പറോ എന്തേലും എടുത്ത് റെഡി ആയിട്ട് നിൽക്കാം. ഇതേപോലെ ഒരു എ നമ്മൾ എഴുതി വെക്കണം. അല്ലുക്കുട്ടിനെ എഴുതാ, കുറച്ച് വലുതാക്കി എഴുതല്ലോ. അല്ലു ചെറിയ കുട്ടിയാണ്ട് അല്ലുക്ക് അറിയില്ല, പക്ഷെ അല്ലു എന്നാലും മാക്സിമം നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പം ഈ എന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇതുപോലെ ഇങ്ങനെയാക്കി ഇതുപോലെ നോക്കി നിങ്ങൾ മെല്ലനെ വരക്കണേ. നല്ല കുട്ടികളായിട്ട് വരക്കണം കേട്ടോ. ഇത് കുറച്ചുകൂടെ വേണം സൂം ചെയ്ത് തരാം. കണ്ട ഇതുപോലെ ആക്കി. അതിനുശേഷം രണ്ട് ചിറകുകൾ വേണം. ഇതുപോലെ രണ്ട് ചിറകുകള്. ആദ്യം വരക്കുമ്പോ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെങ്കില് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ഇതുപോലെ ഒരു കുഞ്ഞു തല. പിന്നെ വേണ്ടത് രണ്ട് കുഞ്ഞു കണ്ണുകളാണ് കേട്ടാ. രണ്ട് കണ്ണുകളുണ്ട്. പിന്നെ ഇതുപോലൊരു ഇതും കൂടി വരച്ചെടുത്താൽ എന്തായി? ഇതിന്റെ പേരറിയുന്നവര് എന്നോട് പറഞ്ഞു തരണേ. പിന്നെ നമുക്ക് അതിന് കുറച്ചുകൂടി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ എങ്ങനെയുണ്ട്? ഇതുപോലും കൂടി വരച്ചാലേ ഒരു ജീവിയായി. അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ഇതിന്റെ പേരാണ് ലേഡി ബഗ്. നമുക്ക് ഇതിന് സ്കെച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കാം കേട്ടോ. കളറും കൂടി ചെയ്താലാണ് ലേഡി ബഗിനെ കാണാൻ നല്ല മൊഞ്ചുണ്ടാവാ. ആദ്യം ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് എടുക്കാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കളർ ഏതാന്ന് മനസ്സിലായോ? ഇതാണ് റെഡ്. അതിന്റെ ചിറകുകൾക്ക് നമ്മൾ റെഡ് കളറാണ് അടിക്കുന്നത്. ഈ കളറും കൂടി നമ്മൾ അടിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വരിക നമ്മൾ വരച്ച ജീവി ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാനേ നിങ്ങൾ നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. ലേഡി ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എവിടെയാണ് ജീവിക്കുന്നത്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. ആന്റിക്ക് അറിയുന്നതൊക്കെ ആന്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഭംഗിയിൽ കളർ ചെയ്യുക. ഈ റെഡിന്റെ ബ്ലാക്കിന്റെ ഇടയിലൂടെ ഇങ്ങനെ കളർ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഭംഗി കൂടുക. നമുക്ക് ഇനി ഇതിന്റെ തലക്ക് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാ കളേഴ്സിന്റെ പേരറിയാവോ? അറിയെങ്കിൽ പറയണേ. ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണ് ബ്ലാക്ക്. ഈ സൈഡിലും കൂടി ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഹൈവ എങ്ങനെയുണ്ട്? ഇനി നമ്മളൊരു യെല്ലോ കളറ് വെച്ചിട്ടാണ് ഇതിന്റെ സെന്റർ നമ്മൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ലേഡി ബഗ് വന്നിട്ടുണ്ട്. ഈ ലേഡി ബഗിന് നിങ്ങൾ ജീവൻ കൊടുക്കോ? നിങ്ങൾക്ക് അതിനൊക്കെ പറ്റുമോ? കണ്ടോ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ആന്റിയുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചു തരണം. ആന്റിയുടെ നമ്പർ എന്തായാലും ഞാൻ ഇത് മെൻഷൻ ചെയ്യും കേട്ടോ. അതിൽ നിങ്ങൾ നല്ല നല്ല ഡ്രോയിങ്സ് വരച്ചിട്ട് ആന്റിക്ക് അയച്ചു തരാം. ഇത് അല്ലുക്കുട്ടൻ വരച്ചത്. അല്ലുക്കുട്ടന് ഇതിനോട് വലിയൊരു ധാരണയില്ലാത്തോണ്ട് ചെറിയ കുഞ്ഞു വാവയല്ലേ, അവനും ഇങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതിലും ഭംഗിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണേ. അല്ലു ചെറിയ കുട്ടിയല്ലേ. അപ്പൊ നിങ്ങളും ഇതുപോലെ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് ആദ്യമൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റൂല. നമ്മളിങ്ങനെ വരച്ചാകുമ്പോഴാണ് ഇതുപോലൊക്കെ ആയിട്ട് വരിക കേട്ടാ. ഇത് കണ്ടോ പറന്നു പോവാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം. നമുക്കിനി അടുത്തത് തുടങ്ങാം. അപ്പൊ ബി വെച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. എ കഴിഞ്ഞാൽ പിന്നെ ബി ആന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പൊ ആന്റി ഇവിടെ ഒരു ബി ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് നമ്മൾ ബി വരക്കാണ് കേട്ടോ. ഹൈവ ഇതുപോലൊരു ബി നിങ്ങൾ വരക്കാം.
എന്നിട്ട് ഈ സെൻറ്ററിലൂടെ വരുന്ന ഈ ലൈനിന് നിങ്ങൾ ഒന്നുകൂടി ഇതാക്കിയതിന് ശേഷം നേരെ ഒരു ഓപ്പോസിറ്റ് ബിയും കൂടി വരയ്ക്കുക. കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ള കാര്യമല്ലേ. നമ്മളൊരു ബട്ടർഫ്ലൈനെയാണ് വരയ്ക്കുന്നത്. അപ്പം എല്ലാവരും നോക്കി നോക്കി വരക്കണേ, തെറ്റാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഈ ചിറകുകൾക്ക് ഒന്നുകൂടി ഒരു ഭംഗി നൽകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ. അതിന്റെ നടുക്കൊരു ചെറിയൊരു റൗണ്ടും കൂടി കൊടുത്താലേ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള. ഇനി ഇതിനെ കണ്ടോ, ഇതുപോലെ ആക്കി 2 കുഞ്ഞി കണ്ണുകൾ വരച്ച് നമ്മളെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കളർ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ഞാൻ ചെയ്യുന്ന കളറിന് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു സൈഡില് റോസ് കളറാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ബട്ടർഫ്ലൈന്റെ പലതരം കളറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ബട്ടർഫ്ലൈസ് എന്തെല്ലാം തരത്തിലുള്ള ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടല്ലേ. നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുമ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസിനെ കാണാറില്ലേ? അത് നിങ്ങൾക്ക് എപ്പോഴും ഫോണിൽ തന്നെയാണ് കളിക്കുന്നത്, പുറത്തിറങ്ങി കളിക്കാറില്ലേ? നല്ല ഈ ബട്ടർഫ്ലൈ ഒക്കെ നിങ്ങൾ പിടിക്കാൻ വരും കേട്ടാ. നല്ല ഭംഗിയില് ഇതുപോലെ കളർ ചെയ്യാനൊക്കെ സൂക്ഷിച്ച് ചെയ്താൽ നല്ല ഭംഗിയിൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി കൊടുക്കാം, ഇവിടെ കാണുന്നതിന്. അല്ലിക്കൊട്ട കുത്തിയറിഞ്ഞിടല്ലേ, കഴിഞ്ഞു. ഇതിന്റെ സെന്ററിൽ നമുക്ക് ഈ ഒരു ഇത് യെല്ലോ അല്ലല്ലോ, ഇത് നമ്മൾ ഈ മിന്നാമിന്നി കളർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കളറല്ലേ ഇത്. കണ്ട, നമുക്ക് ഇനി ഇതിന്റെ സെന്ററിൽ യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് നോക്കിയാലോ. ഇതിവിടെ ഓറഞ്ച്, ഇവിടെയും ഓറഞ്ച്. അതിന്റെ രണ്ടിന്റെ സെന്ററില് ഈ യെല്ലോ കളർ. അയ്യവ, എങ്ങനെയുണ്ട് നമ്മൾ ബട്ടർഫ്ലൈ? സൂപ്പർ അല്ലേ? കണ്ടോ, ലേഡി ബഗിനെ വരച്ചു, ബട്ടർഫ്ലൈനെ വരച്ചു. ഇനി അടുത്ത ലെറ്റർ എന്താണ് നമ്മൾ വരക്കാൻ പോകുന്നത്? സി. അപ്പൊ നമ്മള് എ ശരിയായി, ബി ശരിയായി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണ്? സി. നമ്മൾ എ വെച്ചിട്ട് വരച്ചത് എന്താണ്? ലേഡി ബഗ്. ബി വെച്ചിട്ട് വരച്ചത് ബട്ടർഫ്ലൈ. അപ്പൊ സി വെച്ചിട്ട് വരക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പൊ ഇതുപോലെ സി വരക്കാം. എന്നിട്ട് എന്താ ചെയ്യുക, അതിനുള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ മക്കൾ ആദ്യമായിട്ട് വരക്കുമ്പോഴേ പെൻസിൽ കൊണ്ടൊക്കെ വരച്ചതിന് ശേഷം മാത്രമേ ഇത് വരക്കാവൂ. ഇതുപോലൊരു ഇതാക്കാം. ഓക്കെ, ഇത് വരക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചതിന് ശേഷം വരക്കാട്ടോ. കണ്ടോ, എല്ലാവർക്കും അറിയത്തില്ലേ ഇതെന്താന്നുള്ളത്? മനസ്സിലായോ? ഇതിനെ ചിപ്പിയുള്ള ഒച്ച്, അല്ലെങ്കിൽ എന്താ പറയാന്നറിയോ? സ്നെയിൽ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇതിനെ സ്നെയിൽ എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? ചിപ്പിയുള്ള ഒച്ച് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഈ ചിപ്പി പോലത്തെ സാധനം ഇല്ലാത്ത ഒച്ചിനെ നമ്മളധികം കാണാറുണ്ട് അല്ലേ, വീട് പരിസരങ്ങളിലൊക്കെ കാണാറുണ്ട്. അല്ലാണ്ടുള്ളതാണിത്. അപ്പം ഇതിനെ നമുക്ക് കളർ ചെയ്യണ്ടേ? ഇതാണ് ഇതിന് ഞാൻ കൊടുത്ത കളറ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്ത ലെറ്റർ ഏതാ നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ എ വരച്ചു, ബി വരച്ചു, സി വരച്ചു. ഇനി നെക്സ്റ്റ് ഏതാണ്? നമ്മൾ നെക്സ്റ്റ് വരക്കാൻ പോകുന്നതാണ് ഡി. ഡീൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു ഇതാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം സെറ്റായിട്ടുണ്ടാവും. എന്താന്ന് മനസ്സിലായോ? അതെ, നമ്മളെ ഹണി ബീനെയാണ് നമ്മൾ വരച്ചത്, അതായത് തേനീച്ച. അപ്പം നമുക്ക് ഹണി ബീക്ക് കളർ കൊടുത്താലോ.
ഒന്നിടവിട്ട് ബ്ലാക്ക് കൊടുക്കുക. അതിനിടയിൽ നമ്മൾ യെല്ലോ ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ ഹണിബീൻ്റെ കളർ എന്താണെന്നുള്ളത് അല്ലേ? നമ്മൾ കാണാറില്ലേ? ഹണിബി കുത്തിയോ ഭയങ്കര വേദനയായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹണിബീൻ്റെ കുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ബ്ലൂ കളറായിട്ടുള്ള ഒരു ചിറകും കൂടി വരച്ച് നമ്മൾ കുട്ടി ഹണിബി റെഡിയായി കേട്ടോ. നമുക്ക് ഹണിബീന്ന് നല്ലൊരു തേൻ കിട്ടൂലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഹണി കഴിക്കാൻ? കണ്ടോ, ഇതിനതേൻ്റെ ഇതുപോലൊരു ഇതും കൂടി കൊടുത്താൽ സെറ്റായി കേട്ടോ. ഇതുപോലെ കുട്ടി ഹണിബി റെഡിയായി. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏതൊക്കെ നമ്മൾ പഠിച്ചത്? എ വെച്ചിട്ട് പഠിച്ചു, ബി വെച്ചിട്ട് പഠിച്ചു, സി വെച്ച് പഠിച്ചു, ഡിയും പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ഇ മുതലുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എല്ലാം കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിലോട്ട് നിങ്ങൾ വരച്ച കൊച്ചു കൊച്ചു ചിത്രങ്ങളൊക്കെ അയച്ചു തരണം. അപ്പോൾ ഞാൻ ഏറ്റവും നല്ല ഡ്രോയിങ്സ് ആരാന്നുള്ളതിന് ഒരു ചെറിയ ചോക്ലേറ്റ് എങ്കിലും ഞാനൊരു സമ്മാനമായിട്ട് തരും കേട്ടോ. നമുക്ക് നോക്കാം ആരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വരച്ച് തരുന്നുണ്ട്, ആരൊക്കെ എങ്ങനെയൊക്കെ ക്രിയേറ്റ്. ഇതിലും നിങ്ങൾക്ക് ഭംഗിയായിട്ട് വരക്കാൻ പറ്റും. ഇത് ഞാൻ സിമ്പിളായിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും ഭംഗിയിൽ വരച്ച് നല്ല കുട്ടികളായിട്ട് വരച്ച് അതിൻ്റെ പിക്ചേഴ്സ് ആൻറ്റിക്ക് അയച്ചു തരാം. അപ്പം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എന്നാലേ നമുക്ക് ആ ബെല്ലൈക്കണും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണണ്ടേ. അപ്പോൾ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അല്ലുക്കുട്ടനെ കൊണ്ട് ആവുന്ന പോലെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഓൻ ഈ ഒരു പ്രായത്തിൽ ഓൻ ഇത്രയെങ്കിലും ട്രൈ ചെയ്തല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ അല്ലുക്കുട്ടൻ നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് പറ. താങ്ക് യു സോ മച്ച്. ഓക്കെ.